ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടു റീച്ച് ദി അൺറീച്ച് ഈഡൻ ദേവി നടത്തുന്ന ഈ ശാബത്ത് സ്കൂൾ പ്രോഗ്രാമിലേക്ക്, ശാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അഞ്ചാമത്തെ പാഠമാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി പോരാടുന്നു. അതിൻ്റെ മനഃപ്പാഠവാക്യം: ഈ രാജാക്കന്മാരെ ഒക്കെയും അവരുടെ ദേശത്തെയും യോശുവ ഒരേ സമയത്ത് പിടിച്ചു. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം അതിന് 42-ാമത്തെ വാക്യം. നമ്മൾ ഈ ആഴ്ച പഠിക്കുന്നത് യോശുവയുടെ പുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ കുറേ വിശുദ്ധ യുദ്ധങ്ങളെക്കുറിച്ച് കാണുന്നു. മനഃപ്പാഠവാക്യത്തിൽ പറയുന്നത് പോലെ ഒരേ സമയത്ത് പല സ്ഥലങ്ങളും പിടിച്ചടക്കുവാൻ കഴിഞ്ഞു. ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. ദൈവം ഇസ്രായേൽ മക്കളെ ഉപയോഗിച്ചു. അപ്പം കുറേ കാര്യങ്ങൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പഠിക്കുന്നത്. നമ്മൾ ഈ ആഴ്ച അത് പരിശോധിക്കുന്ന സമയത്ത് തന്നെ പലപ്പോഴും പലതരം ചിന്തകൾ നമ്മുടെയൊക്കെ മനസ്സിലൂടെ, എന്തുകൊണ്ട് ദൈവം അങ്ങനെ അനുവദിച്ചു, മറ്റു മാർഗങ്ങളില്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ഒരു സ്ഥലത്തേക്ക് പാർപ്പിക്കുവാൻ വേണ്ടി അവിടെ പാർത്തിരുന്നതായ ആ സമൂഹത്തെ ഉന്മൂലനം ചെയ്യുക, അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായും കുറേ കാര്യങ്ങൾ, കുറേ സംശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകും. എന്തുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിച്ചു? വേറെയൊക്കെ എന്തൊക്കെയോ ഓപ്ഷൻസ്, വേറെ കുറേ മാർഗങ്ങളുണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ട് കനാന്യരെ നശിപ്പിച്ചു കളഞ്ഞു? ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി കനാന്യരെ ഒക്കെ ഉന്മൂലനം ചെയ്യേണ്ടി വന്നു? ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. പക്ഷേ വിശുദ്ധ വേദപുസ്തകം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പദ്ധതി എന്തായിരുന്നു എന്ന് നാം അതിലിവിടെ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. നമ്മളൊക്കെ ചിന്തിക്കുമ്പോഴും, മാനുഷികമായി ചിന്തിക്കുമ്പോഴും, ദൈവത്തിൻ്റെ പദ്ധതി, എന്തുകൊണ്ട് ദൈവം അങ്ങനെയൊക്കെ ചെയ്തു, അല്ലെങ്കിൽ വിശുദ്ധ യുദ്ധങ്ങളിൽ എന്തുകൊണ്ട് ദൈവം നേരിട്ട് പങ്കെടുത്തു, ഇസ്രായേൽ മക്കൾ അതിനുവേണ്ടി നിയോഗിച്ചു, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ആഴ്ച പഠിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാ മാന്യപ്രേക്ഷകരെയും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം ചെയ്തു പോകുന്നു. ഞായറാഴ്ച ഭാഗം കനാന്യരുടെ അകൃത്യം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത്, ആമുഖത്തിൽ പറയുന്നത്, കനാനിൽ വസിക്കുന്ന ജനങ്ങളുടെ അകൃത്യം എന്താണ് അർത്ഥമാക്കുന്നതെന്ന് പൂർണ്ണമായും മനസ്സിലാക്കുവാൻ നാം യോശുവയുടെ പുസ്തകം മാത്രം നോക്കിയാൽ പോരാ, അതിന് മുൻപൊക്കെ നോക്കണം എന്നുള്ളത്. എന്തുവായിരുന്നു കനാന്യരുടെ പ്രശ്നം? കനാന്യ സംസ്കാരത്തെ നാം പഠിക്കുന്ന സമയത്ത് കനാന്യരുടെ സംസ്കാരം, അല്ലെങ്കിൽ പുരാതന ഉഗാരിറ്റിക് ഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ കനാന്യരുടെ സംസ്കാരം എന്ന് പറയുന്നത് അത് അപലപിക്കപ്പെടേണ്ടതാണ്, അത് വെറുക്കപ്പെടേണ്ടതാണ്. പഴയ നിയമം വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവം ഇസ്രായേൽ മക്കളെ കുറിച്ച് നിയമം വെച്ച് പരിശോധിക്കുമ്പോൾ അവരോട് ചെയ്തത്, അല്ലെങ്കിൽ ആ സംസ്കാരത്തിനെതിരെ ഇസ്രായേൽ മക്കൾ ചെയ്തത് ന്യായവുമാണ്. കാരണം ആവർത്തന പുസ്തകത്തിൽ ഇവരോട് മോശ പറയുന്നുണ്ട്. ആവർത്തന പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 14 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിലിപ്രകാരം പറയുന്നത്: നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് എത്തിയ ശേഷം അവിടുത്തെ ജാതികളുടെ മ്ലേച്ഛതകൾ നീ പഠിക്കരുത്. തൻ്റെ മകനെയോ മകളെയോ അഗ്നിപ്രവേശം ചെയ്യിക്കുന്നവൻ, പ്രശ്നക്കാരൻ, മുഹൂർത്തക്കാരൻ, ആഭിചാരകൻ, ക്ഷുദ്രക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാടൻ, ലക്ഷണം പറയുന്നവൻ, അഞ്ജനക്കാരൻ എന്നിങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത്. ഈ കാര്യങ്ങൾ ചെയ്യുന്നവനെയല്ലോ യഹോവയ്ക്ക് വെറുപ്പാകുന്നു. ഇങ്ങനെയുള്ള മ്ലേച്ഛതകൾ നിമിത്തം നിൻ്റെ ദൈവമായ യഹോവ അവരെ നിൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നു. നോക്കൂ, അപ്പം അവരുടെ സംസ്കാരത്തെ ഇസ്രായേൽ മക്കൾ ദൈവം വെറുത്തിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അവരോട് ഇത് കാണിച്ചെന്താണ്, അവരുടെ സംസ്കാരത്തിന് എതിരായിട്ട് ഇസ്രായേൽ മക്കൾ പ്രവർത്തിച്ചത് എന്ന് പറയുന്നത് അതിൽ തെറ്റില്ലായിരുന്നു. കാരണം വിശുദ്ധ നമ്മുടെ നിയമപ്രകാരം, ദൈവം കൊടുത്ത കൽപ്പനകൾ പ്രകാരം ഇസ്രായേൽ മക്കൾക്ക് ഒരു കാലത്തും കനാന്യരുടേതായ ഈ സംസ്കാരത്തെ, നേരത്തെ പറഞ്ഞ പോലെ ശിശുബലി, പ്രവചനം, മാന്ത്രികവിദ്യ, മന്ത്രവാദം, ശവസംസ്കാരം, ഇങ്ങനെയുള്ള അവരുടെ ഒരു രീതികളുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുകയില്ലായിരുന്നു. അത് അംഗീകരിച്ച് പോകാൻ കഴിയുകയില്ലായിരുന്നു. അപ്പോൾ കനാന്യരുടെ സംസ്കാരം എന്ന് പറയുന്നത് മ്ലേച്ഛതയുടെ സംസ്കാരമായിരുന്നു. ആ സംസ്കാരം തീർച്ചയായിട്ടും വെറുക്കപ്പെടേണ്ടതായിരുന്നു, അല്ലെങ്കിൽ അതിനെ ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവം ഇസ്രായേൽ മക്കളിലൂടെ അത് ചെയ്തു. കനാന്യരുടെ വിശ്വാസം എന്ന് പറയുന്നത് അവരുടെ നാട്ടിലെ ഫലഭൂഷ്ഠത അത് നിർണ്ണയിക്കപ്പെടുന്നത്
അല്ലെങ്കിൽ അവർക്ക് ഫലഭൂഷ്ഠത ലഭ്യമാക്കുന്നത് അവരുടെ ദേവനും ദേവിമാരും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന ഒരു വിശ്വാസം ഈ കനാന്യർക്കുണ്ടായിരുന്നു. അവരുടെ നാട്ടിൽ പിന്നെ വൃക്ഷങ്ങൾ വളരുന്നത്, സസ്യങ്ങൾ മുളയ്ക്കുന്നത്, സസ്യങ്ങൾ വളയ്ക്കുന്നത്, കായ്കനികൾ നൽകുന്നത്, മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദേവനും ദേവതകളും ദേവന്മാരുമായിട്ടുള്ള ലൈംഗിക ബന്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ലൈംഗിക ബന്ധത്തെ ഇവർ മാനുഷിക ലൈംഗിക ബന്ധവുമായി താരതമ്യം ചെയ്തുകൊണ്ട് ഇവർ എന്ത് ചെയ്തു? ഈ കനാന്യർ വിശുദ്ധ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടു. അപ്പം അവരുടെ നാടിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് മ്ലേച്ഛമായ സംസ്കാരമായിരുന്നു. അവരുടെ നാടിന് അല്ലെങ്കിൽ ആ രാജ്യത്തിൽ ഫലപുഷ്ടി ഉണ്ടാകുന്നത് അവരുടെ ദേവിമാരും ദേവന്മാരും തമ്മിലുള്ള ലൈംഗിക ബന്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് അവർ വിശ്വസിക്കുകയും അങ്ങനെ മാനുഷികമായ ലൈംഗിക ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ സങ്കല്പങ്ങൾ നടത്തുകയും എന്ത് ചെയ്തു? അവർ വിശുദ്ധ വേശ്യാവൃത്തിയിലേക്ക് ആയിപ്പോവുകയും ചെയ്തു. അങ്ങനെ ഒരു മ്ലേച്ഛതയുടെ സംസ്കാരത്തിലാണ് ഈ കനാന്യർ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ദേവീദേവന്മാരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി അവരെന്ത് ചെയ്തു? അവരുടെ കുഞ്ഞുങ്ങളെ ബലി അർപ്പിക്കുകയും ചെയ്തു. ആദ്യജാതന്മാരെ അവർ ദൈവത്തിന് ബലി നൽകുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം അത്തരം ദൈവം ഇസ്രായേൽ മക്കളോട് വളരെ കർശനമായി വിലക്കിയിട്ടുള്ളതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തിപ്പോന്നിരുന്ന ഒരു സമൂഹമാണ് കനാന്യർ. ദൈവത്തിൻ്റെ മുൻപിൽ അത് വലിയ അകൃത്യമായിരുന്നു. വിശുദ്ധ വേശ്യാവൃത്തി, കുഞ്ഞുങ്ങളെ ബലിയർപ്പിക്കുക, മറ്റു കാര്യങ്ങളൊക്കെ, മന്ത്രവാദം ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ മ്ലേച്ഛമായ സംസ്കാരത്തിൻ്റെ ഉടമകളായിരുന്നു ഈ കനാന്യർ. അതുകൊണ്ട് തന്നെ ആ സംസ്കാരത്തെ നശിപ്പിക്കേണ്ടത് ദൈവത്തിൻ്റെ ആവശ്യമായിരുന്നു. ഇത്തരം മ്ലേച്ഛമായ സംസ്കാരത്തെ നശിപ്പിക്കുക എന്നത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. അവർ കുഞ്ഞുങ്ങളെ മൃഗബലിക്ക് നൽകി. ചരിത്രം പറയുന്നത് ഓരോ ഓരോ പാത്രത്തിനകത്തും എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, അതിനകത്ത് ഞുറുക്കപ്പെട്ട കുഞ്ഞുങ്ങളുടെ അസ്ഥികൾ അതിനകത്തുണ്ടായിരുന്നു എന്നാണ് ചരിത്രം. എക്സ്കവേഷൻസ് നടത്തിയിട്ടുണ്ട് ചരിത്രകാരന്മാർ അവിടെ പിന്നെ പരിശോധന നടത്തിയപ്പോൾ ഇത്തരം അസ്ഥികൂടങ്ങൾ അല്ലെങ്കിൽ ഒടിക്കപ്പെട്ടതായ ഞുറുക്കപ്പെട്ടതായ അസ്ഥികൂടങ്ങൾ പല പിന്നെ പെട്ടികൾക്കകത്തും കണ്ടെത്തിയതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. നോക്കൂ, ഒരു സംസ്കാരം, ആദ്യജാതന്മാരെ ബലി നൽകുന്ന ഒരു സംസ്കാരം, വിശുദ്ധ വേശ്യാവൃത്തികൾ, നമ്മുടെ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്ന ആ നാടിൽ നിന്ന് ലഭിക്കുന്ന നന്മകളൊക്കെ തന്നെ ലൈംഗികതയുടെ അടിസ്ഥാനത്തിലാണ് ലഭിക്കുന്നത് എന്ന ഒരു മിഥ്യാധാരണ ആർക്കുണ്ടായി? കനാന്യർക്കുണ്ടായി. അതുകൊണ്ട് അവരും അത്തരം കാര്യങ്ങളിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പം അത്തരം അഴിമതി അല്ലെങ്കിൽ മോശമായ മ്ലേച്ഛത നിറഞ്ഞതായ ഒരു സംസ്കാരത്തെയാണ് ഇവിടെ ദൈവം നശിപ്പിക്കുന്നത്, ജനങ്ങളെയല്ല. നാം പരിശോധിക്കുന്ന സമയത്ത് ദൈവത്തിന് എല്ലാ ജനവും രക്ഷപ്പെടണം എന്ന ആഗ്രഹമുണ്ട്. നമ്മൾ രാഹാബിനെ കുറിച്ച് പഠിച്ചു അല്ലേ? അപ്പോൾ ഇത്തരം മ്ലേച്ഛമായ സംസ്കാരത്തിൽ ജീവിക്കുന്നതായ ജനങ്ങൾ ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ അനുസരിക്കുവാനും തീരുമാനിച്ചാൽ ദൈവം അവരെന്ത് ചെയ്യും? വഴി നടത്തി രക്ഷിക്കും. രാഹാബ് വലിയൊരു ഉദാഹരണമാണ്. ഗിബയോന്യർ തന്ത്രത്തിലൂടെയാണ് എങ്കിലും അവരും എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു. അപ്പോൾ എന്നാൽ കനാന്യർ അങ്ങനെ ആയിരുന്നില്ല. അവർ എന്ത് ചെയ്തു? അവരെ ഹൃദയം കഠിനമാക്കിക്കൊണ്ടേയിരുന്നു. അവർ ഈ മ്ലേച്ഛതയിൽ കൂടുതൽ അവരെന്ത് ചെയ്തു? മുഴുകിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരമൊരു മ്ലേച്ഛത അനുവദിക്കാൻ കഴിയാത്തത് കൊണ്ട് അതിനെന്ത് ചെയ്തു? നശിപ്പിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്നൊരു കർശനമായ ഒരു താക്കീതാണ്. നിങ്ങൾ എത്തപ്പെടുമ്പോൾ, നിങ്ങൾ വാഗ്ദത്ത ഭൂമിയിലേക്ക് എത്തുമ്പോൾ, അതാണ് ആവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിച്ചത്, നിങ്ങൾ വാഗ്ദത്ത ഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇത്തരം ആളുകളുമായി ഒരാൾ പോലും നിങ്ങളുടെ ഇടയിൽ കാണാൻ പാടില്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾ അവരുമായി ഇത്തരം ആചാരങ്ങളിൽ ബന്ധപ്പെടാൻ പാടില്ല. അല്ല, കുറേ കാര്യങ്ങൾ പറഞ്ഞതല്ലേ അല്ലേ? എന്താണ്? കൈനോട്ടക്കാരൻ, ഹസ്തരേഖ ശാസ്ത്രക്കാരൻ, അവരൊക്കെ ലക്ഷണക്കാരൻ, മന്ത്രവാദി, ആഭിചാരക്കാരൻ, നമ്മൾ വായിച്ച പുസ്തകം 18-ാം അധ്യായത്തിൽ ആവർത്തനത്തിൽ നമ്മൾ വായിച്ചതാണിപ്പോൾ. അപ്പം ഇങ്ങനെയുള്ളവർ നിങ്ങളുടെ ഇടയിൽ കാണാൻ പാടില്ല. അത് ദൈവത്തിന് അറപ്പാണ്. ദൈവത്തിൻ്റെ ഹിതത്തിനെതിരെ നാം എന്ത് ആചാരങ്ങളിൽ ഏർപ്പെട്ടാലും എന്ത് വിശ്വാസങ്ങളിൽ ഏർപ്പെട്ടാലും അത് ദൈവത്തിന് വെറുപ്പാണ്. കനാന്യർ അങ്ങനെയുള്ള ഒരു കൂട്ടം വ്യക്തികളായിരുന്നു. അവർ അതിൽ നിന്നും മാറാൻ തയ്യാറായില്ല. അവർ ഈ മ്ലേച്ഛമായ സംസ്കാരത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചു. ഇത്തരം മ്ലേച്ഛമായ സംസ്കാരത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചതായ സമൂഹങ്ങളിൽ നിന്നും ദൈവത്തിനെ തിരഞ്ഞെടുത്തു, ദൈവത്തെ സ്വീകരിച്ചു വന്നതായ ജനങ്ങൾ എന്ത് ദൈവം
സ്വീകരിച്ചു. രൂത്ത് നമുക്ക് വലിയൊരു ഉപമയാണ് അല്ലേ? മോവാബി സ്ത്രീയായ രൂത്ത് ആ സമൂഹത്തിൽ നിന്ന് അവരെന്ത് ചെയ്തു? ദൈവത്തെ സ്വീകരിച്ചു. രഹാബ് ഒരു വലിയ ഉദാഹരണമാണ്, അവർ ദൈവത്തെ സ്വീകരിച്ചു. ഗിബയോന്യരും ഒരു ഉദാഹരണമാണ്. നോക്കൂ, ദൈവത്തിന് ഇവരൊക്കെ നശിപ്പിക്കണമെന്നുള്ള ദൈവത്തിന് ആലോചനയില്ല, മറിച്ച് ഈ മ്ലേച്ഛതയിൽ നിന്ന് എന്ത് ചെയ്യണം? അവർ പിന്മാറി വരണം. അത് നമ്മോടും പറയുന്നൊരു കാര്യമാണ്. ഇസ്രായേൽ മക്കളോട് മോശ പറഞ്ഞതുപോലെ നിങ്ങൾ അവിടെ എത്തിയതിന് ശേഷം, വാഗ്ദത്ത നാട്ടിലെത്തിയതിന് ശേഷം നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. നമ്മോടും ദൈവം പറയുന്നത്, നാം ദൈവത്തെ സ്വീകരിച്ചതിന് ശേഷം നാം എന്ത് ചെയ്യാൻ പാടില്ല? ഇത്തരം മ്ലേച്ഛതകളിലൊന്നും ചെന്ന് പെടാൻ പാടില്ല. ഈ മ്ലേച്ഛതകളൊന്നും നമ്മുടെ ഇടയിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണ് എങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ ഇനിയുള്ള പാഠം പഠിക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മാത്രം പ്രത്യേകത ഒന്നുമില്ലായിരുന്നു അവിടെ. ഇസ്രായേൽ മക്കളെയും എന്ത് ചെയ്തു? പാപത്തിൻ്റെ മുൻപിൽ നാമും ഇസ്രായേൽ മക്കളൊക്കെ എല്ലാവരും ഒരുപോലെയാണ്. അതിൻ്റെ ശിക്ഷ എല്ലാവർക്കും ഒരുപോലെയാണ്. അപ്പോൾ നമ്മൾ ഈ ഞായറാഴ്ച ഭാഗത്ത് പറയുന്നത് കനാനിയുടെ അകൃത്യം എന്താണെന്ന് നാം പഠിച്ചു കഴിഞ്ഞു. ആ അകൃത്യം നമ്മുടെ ഇടയിൽ ഉണ്ടാകുവാൻ പാടില്ല. അങ്ങനെ ഒരു അകൃത്യം അവരുടെ ഇടയിൽ ഉണ്ടാകുകയും അവർ ആ അകൃത്യത്തിൽ നിന്ന് പിന്മാറുവാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ആ സംസ്കാരത്തെ ഉന്മൂലനം ചെയ്യേണ്ടതായി വന്നു. അതാണ് കനാന്യരുടെ മേൽ ദൈവത്തിൻ്റെ ന്യായവിധിയായി വന്നത്. പരമോന്നത ന്യായാധിപൻ തിങ്കളാഴ്ചത്തെ ഭാഗമാണ്. ഇവിടെ പറയുന്നത് ദൈവം, നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ ഇത്തരം യുദ്ധങ്ങൾ ഉണ്ടാകുന്നു, കുറേ ആൾക്കാരെ കൊല്ലുന്നു, കുറേ ആൾക്കാർ അവിടേക്ക് അല്ലെങ്കിൽ ആ ഒഴിപ്പിച്ച സ്ഥലത്തേക്ക് കുറേ ആൾക്കാരെ ദൈവം കൊണ്ടുപോകുന്നു. അപ്പം ഇതൊക്കെ നോക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായി ഒരുപാട് ചിന്തകൾ, സംശയങ്ങൾ, നീതിബോധം ഇങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇവിടെ പാഠം പറയുന്നത് ദൈവം പരമോന്നത നീതിമാനാണ്, ന്യായാധിപനാണ്. ഇവിടെ പറയുന്നത് പാപം എന്ന ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ വിശുദ്ധി അർത്ഥമാക്കുന്നത് ദൈവത്തിന് പാപം ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. ഏറ്റവും പരമപ്രധാനമായ കാര്യം അതുതന്നെയാണ്. ഒരു കാരണവശാലും പാപത്തെ ദൈവം എന്ത് ചെയ്യില്ല? അംഗീകരിക്കുകയില്ല. ആര് പാപം ചെയ്തോ ആ പാപത്തിൻ്റെ ശിക്ഷ എന്ത് ചെയ്യണം? അനുഭവിക്കണം. അതാണ് ദൈവത്തിൻ്റെ നീതിബോധം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ നീതിബോധം എന്ന് പറയുന്നത് പാപം ചെയ്താൽ അതിന് ശിക്ഷയുണ്ട്. ആ ശിക്ഷ എന്ത് ചെയ്യണം? അനുഭവിക്കണം, നൽകണം. അത് ഇസ്രായേലായാലും കനാന്യരായാലും മോവാബിയരായാലും വേറെ ഏത് സമൂഹമായാലും പാപം ചെയ്താൽ ശിക്ഷ അനുഭവിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ 4 സ്വഭാവങ്ങളെക്കുറിച്ച് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്. ഒന്ന്, ദൈവം എന്താണ്? വിശുദ്ധനാണ്. ദൈവം വിശുദ്ധനാണ്. അതുകൊണ്ട് തന്നെ അശുദ്ധിയോട് ദൈവത്തിന് അറപ്പാണ്, വെറുപ്പാണ്. അശുദ്ധിയൊക്കെ ദൈവം എന്ത് ചെയ്യും? മാറ്റിക്കളയാൻ പറയും നമ്മുടെ ഇടയിൽ നിന്നും. 2, ദൈവം നീതിമാനാണ്. അപ്പം ദൈവം നീതിമാനായതുകൊണ്ട് എപ്പോഴും നീതിപൂർവമായിരിക്കും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ. ദൈവത്തിൻ്റെ എല്ലാ പ്രവർത്തനവും നീതിപൂർവമായിരിക്കും. നമ്മൾ ഏത് പ്രവർത്തനം എടുത്താൽ, നമ്മളിപ്പോൾ തന്നെ ഇപ്പോൾ വിശുദ്ധ യുദ്ധത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ പോകുന്നല്ലോ. അപ്പം അങ്ങനെ വിശുദ്ധ യുദ്ധത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോകുമ്പം ദൈവം നീതിപൂർവമായിരുന്നു അത് നടത്തിയത് എന്ന് നമ്മൾ പഠിക്കുന്നു. പിന്നെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സ്വതന്ത്ര ചിന്തയുടെ അധികാരം കൊടുത്തുകൊണ്ടാണ്. നമുക്കെന്ത് ചെയ്യുന്നു? തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം നമുക്ക് തന്നുകൊണ്ടാണ്. മറ്റൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ദൈവം സ്നേഹമുള്ളവൻ, ദീർഘമായി സ്നേഹിക്കുന്ന ദൈവമാണ് നമുക്ക്. പക്ഷെ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ദൈവം ഒരു കാര്യം എടുത്തു പറയുന്നതാണ്, നാം പാപം ചെയ്യുന്നു എങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ ശിക്ഷ അനുഭവിക്കണം. ഇവിടെ ഇസ്രായേൽ മക്കൾ ദൈവത്തോടൊപ്പം വിശുദ്ധ യുദ്ധത്തിൽ ഏർപ്പെട്ട വ്യക്തികളാണ്. പക്ഷെ അവർ വിശദീകരിക്കപ്പെട്ടോ? എന്നിട്ട് ദൈവത്തോടൊപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് വിശുദ്ധ യുദ്ധത്തിൽ ഏർപ്പെടുകയും അനേകം രാജ്യങ്ങൾ അവർ കീഴടക്കുകയും ചെയ്തിട്ടും അവരെന്ത് ചെയ്തില്ല? വിശദീകരിക്കപ്പെട്ടില്ല. അവരുടെ മുൻപേ ദൈവം മറ്റു രാജ്യങ്ങളോട് ചെയ്ത ഉദാഹരണമുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്ത് ഇവരെ ഈ വിശുദ്ധ യുദ്ധങ്ങളിൽ മറ്റു രാജ്യങ്ങളോട് ദൈവം ചെയ്തതായ കാര്യങ്ങൾ അവരുടെ മുൻപിൽ ഇരുന്നിട്ട് പോലും, അവർക്ക് അനുഭവം ഉണ്ടായിട്ട് പോലും, അവർ നേരിട്ടത് കണ്ടിട്ട് പോലും അവരെന്ത് ചെയ്തില്ല? ദൈവത്തെ അവർ വിശദീകരിക്കപ്പെട്ടില്ല. അതുകൊണ്ട് ദൈവത്തിന് അവർക്കെതിരെ നിൽക്കേണ്ടി വന്നു, അവരെ ശത്രുക്കളുടെ കയ്യിൽ എന്ത് ചെയ്യുന്നു? ഏൽപ്പിക്കേണ്ടി വന്നു എന്ന് നമ്മൾ പഠിക്കുന്നു. അപ്പോൾ എന്താ അത് കാണിക്കുന്നത്? ദൈവം നീതിബോധമുള്ള വ്യക്തിയാണ്. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്തു, അനേക രാജ്യങ്ങൾ അവരെ കരങ്ങളിൽ ഏൽപ്പിച്ചു. പക്ഷേ ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തില്ല? അതുകൊണ്ട് പാഠം പഠിച്ചില്ല, അവർ വിശദീകരിക്കപ്പെട്ടില്ല. ദൈവം എന്ത് ചെയ്തു? ഇസ്രായേൽ മക്കൾ പാപം ചെയ്തപ്പോൾ ദൈവം ഇസ്രായേൽ മക്കൾക്ക് എതിരായി നിന്നു. അവരെ എന്ത് ചെയ്തു? ശത്രുക്കളുടെ കയ്യിൽ കൊടുത്തു എന്നുള്ളതാണ്.
അപ്പോൾ ദൈവത്തിൻ്റെ ഈ സ്വഭാവം മനസ്സിലാക്കിയാൽ മാത്രമേ വിശുദ്ധ യുദ്ധം എന്ന ആ ഒരു പദം നമുക്ക് ശരിയായി മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. എന്തുകൊണ്ട് വിശുദ്ധ യുദ്ധം വേണ്ടി വരുന്നു ചോദിച്ചാൽ, ഈ ഈ ലോകത്ത് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യക്ഷമായ പ്രവർത്തനങ്ങൾ ഇവിടെ നിലനിൽക്കണം. എപ്പോഴൊക്കെ അതിന് കോട്ടം സംഭവിക്കുന്നുവോ, എപ്പോഴൊക്കെ അതിന് വെല്ലുവിളി നേരിടുന്നുവോ, ദൈവത്തിൻ്റെ സ്വഭാവത്തിനും ദൈവത്തിൻ്റെ ആഗ്രഹത്തിനുമൊക്കെ എപ്പോഴൊക്കെ കോട്ടം സംഭവിക്കുന്ന വെല്ലുവിളി നേരിടുന്നോ, അപ്പോഴൊക്കെയും ദൈവത്തിന് അവിടെ പ്രവർത്തിക്കേണ്ടി വരുന്നു. നാം മനസ്സിലാക്കേണ്ടത്, ഇസ്രായേൽ മക്കൾ യുദ്ധം ചെയ്യുന്നത് അവരുടെ മഹത്വത്തിന് വേണ്ടിയായിരുന്നില്ല, മറിച്ച് ദൈവത്തിൻ്റെ നിയമങ്ങൾ ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുവാൻ വേണ്ടി, നിലനിൽക്കുവാൻ വേണ്ടി, അതിനെതിരെ ഉള്ളതായ മ്ലേച്ഛതകളും പാപങ്ങളും ഉന്മൂലനം ചെയ്യപ്പെടുവാൻ വേണ്ടി, തുടച്ചു നീക്കപ്പെടുവാൻ വേണ്ടിയാണ് യുദ്ധം നടന്നത്. നമുക്കിപ്പോൾ ഹോളി വാർസൊക്കെ നമുക്ക് പണ്ടും അറിയാം അല്ലേ? വിശുദ്ധ യുദ്ധങ്ങൾ പണ്ടും ക്രൂസൈഡ്സൊക്കെ നമ്മൾ പണ്ടും പഠിച്ചിട്ടുണ്ട്. എന്താണ് പണ്ട് എന്ത് ചെയ്യുന്നു, ചില യുദ്ധങ്ങളിൽ ഏർപ്പെട്ട് മരിച്ചു പോയാൽ അവരെന്ത് ചെയ്യും, സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന വിശ്വാസം, മതസ്ഥാപനത്തിന് വേണ്ടി, മതങ്ങൾ സ്ഥാപിക്കുവാൻ വേണ്ടി നടത്തിയ യുദ്ധങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. പക്ഷേ ഇതെന്തിനു വേണ്ടിയാണ്? ഒരു മതം സ്ഥാപിക്കാൻ വേണ്ടി ആയിരുന്നില്ല ദൈവം ഇസ്രായേൽ മക്കളിലൂടെ പ്രവർത്തിച്ചത്, മറിച്ച് ദൈവത്തിൻ്റെ നിയമങ്ങൾ ഈ രാജ്യത്തിൽ എന്ത് ചെയ്യണം, സ്ഥാപിക്കപ്പെടണം, അത് നിലനിൽക്കണം. അതിനെപ്പോഴൊക്കെ വെല്ലുവിളി നേരിടുന്നോ അപ്പോഴൊക്കെയും ആ വെല്ലുവിളികളെ തുടച്ചു നീക്കുവാൻ ഒരു രാജാവെന്ന നിലയിൽ, ഒരു ന്യായാധിപൻ എന്ന നിലയിൽ, ഒരു പടയാളി, ഒരു യോദ്ധാവ് എന്ന നിലയിലൊക്കെ അവിടെ പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ട് ദൈവത്തിന്. പക്ഷെ അതിലൊക്കെയും എന്താണ്, ഒരു നീതിബോധം, നീതിയുള്ള പ്രവൃത്തികളൊക്കെയും ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സ്വഭാവത്തിന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക്, ദൈവത്തിൻ്റെ ആശയങ്ങൾക്ക് എപ്പോഴൊക്കെ വെല്ലുവിളി നേരിട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ എന്ത് ചെയ്തു, ഒരു യോദ്ധാവായിട്ടും ഒരു രാജാവായിട്ടും ഒരു ന്യായാധിപനുമായിട്ടൊക്കെ എന്ത് ചെയ്തു, ദൈവം അവിടെ ഇസ്രായേൽ മക്കളോട് പ്രവർത്തിച്ചു. അപ്പം നാം മനസ്സിലാക്കേണ്ടത് തന്നെയാണ് എന്താണ്, അപ്പം അത് ദൈവത്തിന് ഉത്തരവാദിത്തമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം ഈ ഭൂമിയിൽ, ന്യായവും നീതിയും ഈ ഭൂമിയിൽ എപ്പോഴും നിലനിൽക്കണം. സമാധാനം ഈ ഭൂമിയിൽ പുനഃസ്ഥാപിക്കണം. നീതിയും സമാധാനവും ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിന് എപ്പോഴൊക്കെ വെല്ലുവിളി ഉണ്ടാകുന്നുവോ, നീതിക്കും സമാധാനത്തിനും എപ്പോഴൊക്കെ വെല്ലുവിളി ഉണ്ടാകുന്നുവോ അപ്പോഴൊക്കെയും ദൈവം അതിനെതിരെ പ്രവർത്തിക്കും. അതൊരു രാജാവായിട്ടായാലും, ഒരു ന്യായാധിപനായിട്ടായാലും, ഒരു യോദ്ധാവായിട്ടായാലും എന്ത് ചെയ്തു, ദൈവം അതിനെതിരെ പ്രവർത്തിക്കും. അതുകൊണ്ട് നാം പലപ്പോഴും മാനുഷികമായ കാഴ്ചപ്പാടിൽ പലപ്പോഴും നമുക്ക് ചില പ്രവർത്തനങ്ങളിൽ അത് നീതിപൂർവമായിരുന്നോ എന്നൊരു സംശയം നമുക്ക് തോന്നുമ്പോഴും അതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് ഇവിടെ സമാധാനം പുനഃസ്ഥാപിക്കുക, നീതി പുനഃസ്ഥാപിക്കുക എന്ന ദൈവത്തിൻ്റെ ലക്ഷ്യമാണ് എന്നുള്ളതാണ്. അതിൽ ഒരു വിഷയം വെച്ചാൽ, പക്ഷേ അങ്ങനെ ദൈവം പ്രവർത്തിക്കുമ്പോഴും അതിലൊരു പക്ഷപാതമില്ല ദൈവത്തിന്. ആരാണോ നീതി പുനഃസ്ഥാപിക്കുന്നതിനും ആരാണോ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും തടസ്സമായി നിൽക്കുന്നത് അവരെന്ത് ചെയ്യും, ഉന്മൂലനം ചെയ്യും. അത് ഇസ്രായേലായാലും പിന്നെ മോവാബിയരായാലും കനാന്യനായാലും ഒക്കെ അങ്ങനെ തന്നെ സംഭവിക്കും. കാരണം ദൈവത്തിന് ഒരിക്കലും പാപത്തെ അംഗീകരിക്കുവാൻ കഴിയില്ല. അത് ആരുടെ ഭാഗത്തു നിന്നുള്ളതായാലും. ഇസ്രായേൽ മക്കൾക്കും ആ പാഠം കിട്ടിയതാണ്. ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് അവരെന്ത് ചെയ്തു, അവർ പിന്തിരിഞ്ഞു പോയപ്പോൾ ദൈവം അവർക്കെതിരെ നിന്നു അല്ലേ? അവർ ദൈവത്തിൻ്റെ പക്ഷത്തേക്ക് വന്നപ്പോൾ, ദൈവത്തെ അനുസരിച്ചപ്പോൾ ദൈവം അവർക്ക് വേണ്ടി ശത്രുക്കളെ തോൽപ്പിച്ചു. അപ്പം നാം മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ സ്വഭാവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ, സമാധാനവും സന്തോഷവും ഈ ലോകത്ത് പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുമ്പോൾ അതിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടാകുന്നു എങ്കിൽ അവിടെ എന്ത് ചെയ്യും, ദൈവം തീർച്ചയായിട്ടും പ്രവർത്തിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് തന്നെയാണ് സംഭവിക്കുന്നത്. നാം ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ വേണ്ടി, നാം ദൈവത്തിൻ്റെ ആഗ്രഹം നിറവേറ്റുവാൻ വേണ്ടി പ്രയത്നിക്കുമ്പോൾ അതിനെതിരെയുള്ള വെല്ലുവിളികൾ ആരേറ്റെടുക്കും? ദൈവം ഏറ്റെടുക്കും. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ ഇസ്രായേൽ മക്കളല്ല യുദ്ധം ചെയ്ത് നേടിയത്, മറിച്ച് ദൈവമാണ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തത്. അതാണ് യോദ്ധാവെന്ന ദൈവത്തെ ഇടയ്ക്ക് ഇവിടെ സംബോധന ചെയ്തത്. ദൈവമാണ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തത്. ആ യുദ്ധങ്ങളൊക്കെയും നയിച്ചത് ദൈവമാണ് ഒരു രാജാവെന്ന നിലയ്ക്ക്. അതിലൊക്കെയും കാരണം പറഞ്ഞതും ന്യായാധിപൻ എന്ന നിലയ്ക്ക് ന്യായം പറഞ്ഞതും ദൈവം തന്നെയാണ്. അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം ദൈവത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് വെല്ലുവിളികൾ ഉണ്ടാകും. നമുക്ക്
നമുക്ക് വെല്ലുവിളികൾ ഉണ്ടാകും. പക്ഷേ ആ വെല്ലുവിളികളെ നേരിടുവാനും നമുക്ക് മുമ്പായി നിന്ന് യുദ്ധം ചെയ്തുകൊണ്ട് നമ്മെ സംരക്ഷിക്കുവാനും സർവശക്തനായ ദൈവം നമുക്കുണ്ട് എന്നാണ് ഈ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലൂടെ ദൈവം നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠം. അതുകൊണ്ട് തന്നെ നമ്മോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ യോശുവയോട് പറഞ്ഞത്? നീ ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മോടും പറയുന്നത് ഒറ്റ കാര്യമാണ്, ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. നമുക്ക് മുമ്പിലും പിൻപിലും ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. കുടിയിറക്കൽ അല്ലെങ്കിൽ സർവനാശം. ഇവിടെ പറയുന്നത് കനാന്യരെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശം അവരെ മുഴുവനുമായി നശിപ്പിക്കുക എന്നുള്ളതായിരുന്നില്ല. അല്ലെങ്കിൽ കനാന്യരെ മുഴുവനും നശിപ്പിച്ചതിന് ശേഷം ദൈവം ഇസ്രായേൽ മക്കൾക്ക് കനാൻ ദേശം കൊടുക്കുമെന്നല്ല ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ദൈവം അവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യും? കനാൻ ദേശം നൽകും. അത് അവിടെ താമസിച്ച മുഴുവൻ ആൾക്കാരെയും കൊന്നിട്ട് കൊടുക്കുമെന്നല്ല ദൈവം പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ട് അവരെ ഉന്മൂലനം ചെയ്യേണ്ടി വന്നു, കനാനെ നശിപ്പിക്കേണ്ടി വന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഇസ്രായേൽ മക്കൾ പിന്നെ വിശുദ്ധ യുദ്ധത്തിൽ ഏർപ്പെട്ട ചില പദങ്ങൾ നമ്മൾ പരിശോധിക്കുന്നെങ്കിൽ അവിടെ നമ്മൾ ആദ്യ ഭാഗത്ത് കാണുന്ന ഇതൊക്കെ എന്താണ്? കുടിയൊഴിപ്പിക്കൽ, പുറത്താക്കൽ, ഇല്ലാതാക്കൽ എന്നീ പദങ്ങളൊക്കെയാണ് അവിടെ ഉപയോഗിച്ചത്. ഇസ്രായേൽ മക്കൾ മറ്റുള്ളവരുമായി യുദ്ധത്തിൽ ഏർപ്പെട്ട ഭാഗങ്ങൾ വിവരിക്കുന്ന ചില പദങ്ങളുണ്ടല്ലോ ബൈബിളിൽ. ആ പദങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം ഇങ്ങനെയാണ്. എന്താണ്? ഒന്ന് കുടിയൊഴിപ്പിക്കൽ, ഇല്ലാതാക്കൽ, പിന്നെന്താണ്? പുറത്താക്കൽ, ഇങ്ങനെയൊക്കെയാണ് പദങ്ങൾ. രണ്ടാമത്തെ ഭാഗം വരുമ്പോൾ എന്താണ് പറയുന്നത്? പിന്നെ ആരാധന. അവർ പറയുന്നതാണ് രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത് പുറജാതീയ ആരാധനയുടെ പദാർത്ഥങ്ങളും നാശത്തിനെ നീക്കുന്ന വസ്തുക്കൾ, നിർജീവ വസ്തുക്കൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പം ഈ ലക്ഷ്യം എന്തായിരുന്നു? ഒരു ജനതയെ നശിപ്പിക്കുക എന്നതായിരുന്നില്ല ദൈവത്തിൻ്റെ ലക്ഷ്യം. ഇസ്രായേൽ മക്കളുടെ ദൈവം ആവശ്യപ്പെട്ടത് മറിച്ച് അവരുടെ രീതികൾ, അവരുടെ ആരാധനാ രീതികൾ, അവരുടെ സംസ്കാരം, ദുഷിച്ചതായ സംസ്കാരം, ഇതിനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതായിരുന്നു. എന്നാൽ ആ ദുഷ്ട സംസ്കാരത്തെയും ആരാധനാക്രമങ്ങളെയും ഉന്മൂലനം ചെയ്യുവാൻ ഇസ്രായേൽ മക്കൾക്ക് ബാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഉന്മൂലനം ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ മക്കൾക്ക് കനാന്യരെ അവരെ പുറത്താക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ കൊല്ലേണ്ടി വന്നത്. എന്നാൽ നമ്മളിവിടെ പരിശോധിക്കുന്ന സമയത്ത് ആ ദുഷിച്ച സംസ്കാരത്തിലും ദൈവത്തെ അംഗീകരിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്തതായ കനാന്യർ പോലും എന്ത് ചെയ്തു? രക്ഷപ്പെട്ടതായിട്ട് പറയുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ആ മഹത്വത്തെ അംഗീകരിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ ശക്തിയെ അംഗീകരിച്ചതായ കനാന്യർ എന്ത് ചെയ്തു? കനാന്യർ മാത്രമല്ല മറ്റ് ജാതിക്കാരും എന്ത് ചെയ്തു? അവർ രക്ഷപ്പെട്ടു. ആരാണ് മരിച്ചുപോയത്? ആരാണ് കൊല്ലപ്പെട്ടത്? അവർ തിരിച്ച് ദൈവത്തിൻ്റെ പിന്നെ അത്ഭുത പ്രവൃത്തികൾക്കെതിരെ അവരുടെ ഹൃദയം കഠിനമാക്കുകയും ദൈവത്തെ തിരസ്കരിക്കുകയും മാനസാന്തരത്തിൻ്റെതായ അനുഭവം അല്ലെങ്കിൽ അവസരം കൊടുത്തിട്ട് അതിനെ നിഷേധിക്കുകയും ചെയ്തതായ വ്യക്തികൾ എന്ത് ചെയ്തു? കൊല്ലപ്പെട്ടു. അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം ഒരു സമൂഹത്തെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്തിട്ട് അവിടെ ദൈവത്തിന് ഇഷ്ടപ്പെട്ടതായ ഇസ്രായേൽ മക്കളെ കൊണ്ട് സ്ഥാപിക്കുക അല്ലെങ്കിൽ അവിടെ ആക്കുക എന്നുള്ളതായിരുന്നില്ല. മറിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹമെന്ന് പറയുന്നത് എന്തായിരുന്നു? ഇവരും രക്ഷപ്പെടണം. ഇസ്രായേൽ മക്കൾ അവിടെ കൊണ്ടുവരുന്നതിലൂടെ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളുടെ അവിടെ കാണിക്കുന്നതിലൂടെ ഇവരും രക്ഷപ്പെടണം എന്ന് ദൈവം ആഗ്രഹിച്ചു. പക്ഷെ അവരെന്ത് ചെയ്തില്ല? കനാന്യർ എന്ത് ചെയ്തില്ല? കുറേ ആൾക്കാർ, എല്ലാവരുമല്ല, കുറേ ആൾക്കാർ എന്ത് ചെയ്തില്ല? അവർ ദൈവത്തെ അംഗീകരിക്കുവാൻ കൂട്ടാക്കിയില്ല. ദൈവത്തിനെതിരെ ഫറവോൻ തൻ്റെ ഹൃദയം കഠിനമാക്കിയതുപോലെ ഈ കനാന്യരും എന്ത് ചെയ്തു? അവരുടെ ഹൃദയം കഠിനമാക്കി. അതുകൊണ്ട് തന്നെ ആ സംസ്കാരത്തെ നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി, ആ മ്ലേച്ഛതയെ നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അവരുടെ ഇടയിൽ നിലനിന്നിരുന്നതായ പാപത്തെ ഉന്മൂലനം ചെയ്യുന്നതിന്, നീക്കിക്കളയുന്നതിൻ്റെ ഭാഗമായി കുറേ കനാന്യരെ എന്ത് ചെയ്യേണ്ടി വന്നു? കൊല്ലേണ്ടി വന്നു. എന്നാൽ ദൈവത്തെ അനുസരിച്ചതായ അവരുടെ ഇടയിൽ നിന്നുള്ളതായ അല്ലെങ്കിൽ കനാന്യരുടെ സംസ്കാരത്തിൽ ജീവിക്കുകയും വളരുകയും ചെയ്തതായ വ്യക്തികൾ അവർ ദൈവത്തെ സ്വീകരിക്കാൻ തയ്യാറായപ്പോൾ ദൈവം അവരെ രക്ഷിക്കുകയും ചെയ്തതായി പറയുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് മൊത്തത്തിൽ ഒരു സമൂഹത്തെ കൊല്ലുവാൻ വേണ്ടിയല്ല ദൈവം ആഗ്രഹിച്ചത് ഇവരും രക്ഷപ്പെടണം എന്നുള്ളതാണ്. അങ്ങനെ തയ്യാറായി വന്നവരെന്ത് ചെയ്തു? ദൈവം അവരെ രക്ഷിച്ചു. മറിച്ച് ദൈവത്തോട് കഠിനഹൃദയരായി തീർന്നവരെ കൊല്ലേണ്ടി വന്നു. എന്തിനു വേണ്ടി കൊല്ലേണ്ടി വന്നു? പാപത്തെ ഉന്മൂലനം ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഇവർ ഈ പാപം വിട്ടു മാറില്ല എന്ന് ശപഥമെടുത്ത കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരെ എന്ത് ചെയ്തു? അവരെ ഉന്മൂലനം ചെയ്യേണ്ടി വന്നു. നാം ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലും ചില പാപങ്ങളെ നാം വിട്ടുമാറാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല. അപ്പോൾ എന്തു ചെയ്യും?
ഈ പാപത്തെ മാറ്റണം, ഈ പാപത്തെ തുടച്ചു നീക്കണം. എന്ത് ചെയ്യേണ്ടി വരും? നമ്മെയും നീക്കേണ്ടി വരും. നാം കൊണ്ടു നടക്കുന്നതായ കുറേ പാവമുണ്ടെന്നേ. ദൈവം പറഞ്ഞിട്ടും ദൈവം ആവശ്യപ്പെട്ടിട്ടും ദൈവം നമ്മുടെ സംസാരിച്ചിട്ടും ഇപ്പോഴും ഇങ്ങനെ കൂടെ കൊണ്ടു നടക്കുന്ന കുറേ പാപങ്ങൾ, കുറേ ശീലങ്ങളെന്നാണ് നമ്മൾ പറയുന്നത്. കുറേ നമ്മൾ ഓമന പേരിട്ട് പറയുന്നത് ശീലങ്ങൾ. അത് നമ്മുടെ കൂടെ ഇപ്പോഴും ഉണ്ടെന്ന്. പലപ്പോഴും നാം നമ്മെ തന്നെ ശോധന ചെയ്താൽ മതി. ഇത് കേൾക്കുന്ന, ഇത് ശ്രദ്ധിക്കുന്ന, ഇത് കാണുന്ന നാം ഓരോരുത്തരും നമ്മളെ തന്നെ ഒന്ന് നോക്കണം. എന്നിൽ എന്തൊക്കെയാണ് ശീലങ്ങളുള്ളത്, എന്തൊക്കെയാണ് പാപങ്ങളുള്ളത്? ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണം. ഒന്ന്, ചിലർക്ക് സ്മോക്കിംഗ്, സിഗരറ്റോ ബീഡിയോ വലിക്കാതിരിക്കാൻ കഴിയില്ല. അവർ പറയുന്നതാണ്, ഇതൊക്കെ ദൈവത്തിനറിയാം. ചിലർക്ക് പാർട്ടി കൂടുമ്പോൾ അല്പം മദ്യപാനം അവർക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതെന്തിനാണ്? എൻ്റെ കൂട്ടുകാരുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ മദ്യപിക്കുന്നു. അങ്ങനെ ഒരുപാട് മുറുക്കുന്നു. കല്യാണത്തിന് എന്ത് ചെയ്യുന്നു? മുഹൂർത്തം നോക്കുന്നു, അല്ലേ? മുഹൂർത്തം നോക്കിയിട്ടാണ് 12നും 12:30ക്കും ഇടയ്ക്ക് വിവാഹം നിശ്ചയിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രഹപ്രവേശം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുന്നു? പിന്നെ ഹസ്തരേഖാശാസ്ത്രം, പക്ഷിശാസ്ത്രം, ഇതൊക്കെ ചില ശീലങ്ങളുടെ ഭാഗമായി എന്ത് ചെയ്യുന്നു? ചില വ്യക്തികൾ നമ്മളിൽ ആരെങ്കിലുമൊക്കെ കൊണ്ട് നടക്കുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കണം. അങ്ങനെ ആ ശീലങ്ങളെ മാറ്റുവാൻ ദൈവം നമുക്കിപ്പോൾ ഒരു അവസരം തന്നിരിക്കുകയാണ്. അങ്ങനെ അതൊന്നും മാറ്റില്ല, ഇതൊക്കെ എന്നോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് നാം തീരുമാനിച്ചാൽ ഇവരെന്ത് ചെയ്യും? ഇസ്രായേൽ മക്കൾ ദൈവത്തിന് കനാന്യരോട് ചെയ്തതുപോലെ നമ്മോടും ചെയ്യേണ്ടി വരും. നമുക്കിതൊരു അവസരമാണ്. നമ്മളിലുള്ളതായ മ്ലേച്ഛതകളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയ, നാം ദൈവത്തെ സ്വീകരിച്ചിട്ടും ഇപ്പോഴും നമ്മളോടൊപ്പം ചേർന്ന് നടക്കുന്നതായ, നാം ഇങ്ങനെ താലോലിച്ച് ഓമന പേരിട്ട് കൊണ്ടു നടക്കുന്നതായ ചില ശീലങ്ങൾ, പാപങ്ങളുണ്ടല്ലോ, അത് മാറ്റുവാൻ ദൈവം ഇപ്പം നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. നാം ഈ അവസരത്തെ ഉപയോഗപ്പെടുത്താതെ ഇതൊന്നും ഞാൻ മാറ്റുന്നില്ല എന്ന തീരുമാനത്തിലൂടെ ഫറവോൻ തൻ്റെ ഹൃദയത്തെ കഠിനമാക്കിയതുപോലെ ഞാനും നിങ്ങളും നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കുന്നുവെങ്കിൽ മറ്റ് ഓപ്ഷൻസ് ഒന്നും ദൈവത്തിൻ്റെ മുൻപിലില്ല. കനാന്യരോട് എന്താണോ ചെയ്തത് അത് മാത്രമേ ദൈവത്തിൻ്റെ മുൻപിൽ ഉപാധികളായി അവശേഷിക്കുന്നുള്ളൂ എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ പാഠഭാഗം ഇന്ന് നമുക്ക് നൽകുന്നത്. സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പ്, ബുധനാഴ്ച പാഠഭാഗം എന്നാണ് പറയുന്നത്. സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പ്. ഇവിടെ പറയുന്നത്, നമുക്കറിയാം ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മനുഷ്യന് തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അപ്പം ആ തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് ദൈവം എന്ത് ചെയ്തു? മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ഇവിടെ പറയുന്നത്, ആ തിരഞ്ഞെടുപ്പ് കനാന്യർ നടത്തി. അവരെന്ത് ചെയ്തു? അവർ കുറേ ആൾക്കാർ എന്ത് ചെയ്തു? ദൈവത്തെ സ്വീകരിക്കുവാൻ വേണ്ടി, ദൈവത്തെ അനുസരിക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. കുറേ ആൾക്കാർ അവരുടേതായ ആ സംസ്കാരത്തിൽ ഉറച്ചു നിൽക്കുവാനും ആ മ്ലേച്ഛതയിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അപ്പം അതിൻ്റെ ഫലം അവർക്ക് കിട്ടി. ഇവിടെ ചെറയും എന്നൊരു പദം ഉപയോഗിക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പറയുന്നത്, ദൈവത്തിൻ്റെ, അല്ലെങ്കിൽ ആ പദത്തിൻ്റെ അർത്ഥം നിരോധിച്ചവ, ശപിക്കപ്പെട്ടവ, അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യപ്പെടേണ്ടവ, ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടി സമർപ്പിച്ചവ, അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യപ്പെടേണ്ടവ എന്നീ പദങ്ങൾ, എന്നീ അർത്ഥങ്ങളാണ് ഈ പദത്തിനുള്ളത്. ചെറോം എന്ന പദത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് നിരോധിച്ചവ, ശപിക്കപ്പെട്ടവ, ഉന്മൂലനം ചെയ്യാൻ സമർപ്പിച്ചവ, അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യപ്പെടേണ്ടവ എന്നിങ്ങനെയൊക്കെയാണ്. അപ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ അധികാര പരിധിയിലുള്ള ഉന്മൂലനം ചെയ്യപ്പെടാനുള്ളത് എന്തൊക്കെ? മനുഷ്യരുണ്ട്, മൃഗങ്ങളുണ്ട്, പിന്നെ എല്ലാ ജീവജാലങ്ങളുമുണ്ട്. അത് ചില കാര്യം ദൈവത്തിൻ്റെ അധികാര പരിധിയിലുള്ളതാണ്. പക്ഷെ നാം അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പിന്നെ ദൈവത്തിൻ്റെ ആശയം എന്ന് പറയുന്നത് സമ്പൂർണമായ ഉന്മൂലനമല്ല, സമ്പൂർണമായ നശീകരണമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. മറിച്ച് എപ്പോഴൊക്കെ ദൈവത്തിൻ്റെ സ്വഭാവത്തിനെതിരെ ഒരു വെല്ലുവിളി ഉയരുന്നുവോ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനെതിരെ ഒരു വെല്ലുവിളി ഉയരുന്നുവോ, ആ വെല്ലുവിളിക്കെതിരെ ദൈവം എന്ത് ചെയ്യും? പ്രവർത്തിക്കും. അപ്പം ആ വെല്ലുവിളി മാറ്റേണ്ടത് ഈ ലോകത്ത് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ആവശ്യമാണ്. എപ്പോഴൊക്കെ ദൈവത്തിൻ്റെ സ്വഭാവത്തിനും ദൈവത്തിൻ്റെ ഇഷ്ടത്തിനും വെല്ലുവിളി ഉയരുന്നുവോ, അത് ചെയ്യും, ആ വെല്ലുവിളി അതിൻ്റെ പൂർണ്ണ അവസ്ഥയിലെത്തുന്നത് വരെ ദൈവം കാത്തിരിക്കും.
ദൈവം ക്ഷമിക്കും തിരിച്ചു വരുവാൻ വേണ്ടി. പക്ഷേ ആ വെല്ലുവിളി അവസാനിക്കേണ്ട സമയം ഏതാണെന്ന് ദൈവത്തിനറിയാം, അവസാനിപ്പിക്കേണ്ട സമയം ഏതാണെന്ന് ദൈവത്തിനറിയാം. ആ സമയത്ത് ദൈവം പ്രവർത്തിക്കും. അതാണ് നമ്മൾ സ്വർഗത്തിലും കണ്ടത്. ലൂസിഫർ ദൈവത്തിനെതിരെ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് കുറേ ദൂതന്മാരെ എന്ത് ചെയ്തു? കൂട്ടുവാൻ വേണ്ടി ശ്രമിച്ചു. ഇതാദ്യമേ തന്നെ ദൈവത്തിന് ഉന്മൂലനം ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ 2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, എപ്പോഴെങ്കിലും തെറ്റുതിരുത്തി ഇവർ തിരിച്ചു വരട്ടെ എന്നുള്ളൊരു ആഗ്രഹം. 2, പാപം അതിൻ്റെ മൂർധന്യത്തിലെത്തി എന്ത് ചെയ്യണം? പ്രത്യക്ഷമാക്കണം. ദൈവം അതുവരെ ക്ഷമിച്ചു. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. ഒരു ജനതയെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ സമ്പൂർണമായി നശിപ്പിക്കുവാനല്ല ദൈവം തീരുമാനിച്ചത്. ദൈവം പറയുന്ന ഒന്നേ ഉള്ളൂ, ഈ ഭൂമിയിൽ പാപം വന്നതിന് ശേഷം 2 പക്ഷമേ ഉള്ളൂ. ഒന്നുകിൽ നീ ദൈവത്തിൻ്റെ പക്ഷത്തായിരിക്കണം, അല്ലെങ്കിൽ നീ പാപത്തിൻ്റെ പക്ഷത്തായിരിക്കണം. ഒരിക്കലും 2 പക്ഷത്തും നമുക്ക് നിൽക്കാൻ കഴിയില്ല. ഒന്നുകിൽ നീ ദൈവത്തിൻ്റെ പക്ഷം. അപ്പോൾ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കണമെങ്കിൽ കുറേ കണ്ടീഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? പാലിക്കണം. കുറേ നിബന്ധനകൾ അതിനകത്തുണ്ട്, അത് പാലിച്ചു പോകണം. നേരത്തെ പറഞ്ഞതുപോലെ ശീലങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. അപ്പം പാപം ലോകത്തിൽ വന്നതിന് ശേഷം എന്തുണ്ട്? ചില എന്ത് ചെയ്യുന്നുള്ളൂ? 2 പക്ഷമേ ഉള്ളൂ. ഒന്ന് ദൈവത്തിൻ്റെ പക്ഷം, മറ്റൊന്ന് പാപത്തിൻ്റെ പക്ഷം. ദൈവത്തിൻ്റെ പക്ഷത്താണ് നാം നിൽക്കുന്നതെങ്കിൽ, ദൈവത്തിൻ്റെ പക്ഷത്തെയാണ് നാം തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നമുക്ക് നിത്യജീവനും, പാപത്തിൻ്റെ പക്ഷത്തായാണ് നാം തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നമുക്ക് നിത്യനാശവും പ്രദാനം ചെയ്യുന്നു. അപ്പം ദൈവത്തിൻ്റെ പക്ഷമാണ്, അത് നമ്മുടെ ചോയ്സാണ്. തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം നമുക്കുള്ളതാണ്. അത് ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ആ തീരുമാനം എടുക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. എന്താണ്? നാം ദൈവത്തിൻ്റെ പക്ഷമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നമുക്ക് നിത്യരക്ഷ, നിത്യജീവൻ ദൈവം വാഗ്ദാനം ചെയ്യുന്നു. പാപത്തിൻ്റെ ഭാഗത്താണ് നാം നിൽക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ നിത്യനാശവുമാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് ദൈവം ഇസ്രായേലിനെ ഒരു പ്രത്യേക കാലഘട്ടത്തേക്ക് വേണ്ടി, ഒരു പ്രത്യേക ഭൂപ്രകൃതിയെ പിടിച്ചടക്കുവാൻ വേണ്ടി ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ് നമ്മൾ നോക്കുമ്പോൾ, ദൈവത്തിൻ്റെ ഹിതത്തിനെതിരെ, ദൈവത്തിൻ്റെ നിയമത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ജനത അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കെതിരെ പ്രവർത്തിക്കുവാൻ വേണ്ടി, അവർക്കെതിരെ അവരുടെ മേൽ ദൈവത്തിൻ്റെ ആഗ്രഹം നിറവേറ്റുവാൻ വേണ്ടി ഒരു പ്രത്യേക കാലയളവിൽ, ഒരു പ്രത്യേക ഭൂപ്രകൃതിയിൽ ദൈവം എന്ത് ചെയ്തു? ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു. അപ്പോൾ ദൈവം ഇസ്രായേലിനെ മുന്നിൽ നിന്നാണല്ലോ, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ പേരിലാണല്ലോ ദൈവം ആ മറ്റ് ശത്രു രാജ്യങ്ങളെയൊക്കെ കീഴ്പ്പെടുത്തി ഇസ്രായേലിനെ കൊടുത്തത്. എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് വെച്ചാൽ, ആ കാലഘട്ടത്തിൽ ആ ഒരു പ്രത്യേക ഭൂപ്രകൃതിയിൽ അല്ലെങ്കിൽ സ്ഥലങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ ആ സമാധാനവും സന്തോഷവും നിലനിർത്തുവാൻ വേണ്ടി മ്ലേച്ഛമായ സംസ്കാരത്തിൽ നിന്നും മ്ലേച്ഛമായ സ്വഭാവത്തിൽ നിന്നും മനുഷ്യരെ തിരികെ കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം ഇസ്രായേലിലൂടെ പ്രവർത്തിച്ചു. ഇന്നും ദൈവം പ്രവർത്തിക്കുന്നു. എന്ത് ചെയ്യുന്നു? ലോകത്തിൽ ഇന്ന് നിലനിൽക്കുന്നതായ എന്ത് ചെയ്യുന്നു? മ്ലേച്ഛതയ്ക്കെതിരെ പോരാടുവാൻ ദൈവം തൻ്റെ മക്കളെ വിളിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, നാം എന്ത് ചെയ്യണം? 2 പക്ഷത്ത് നമുക്ക് നിൽക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു പക്ഷത്തായിരിക്കണം. ഒരു പക്ഷത്തെ നമുക്ക് നിൽക്കാൻ കഴിയുള്ളൂ, 2 പക്ഷത്ത് നമുക്ക് നിൽക്കാൻ കഴിയുകയില്ല. അപ്പം ദൈവം എന്താ ആഗ്രഹിക്കുന്നത്? മ്ലേച്ഛതയിൽ ജീവിക്കുന്ന ജനം തിരികെ വരണം. ഒരിക്കലും ദൈവം മുന്നമേ തീരുമാനിച്ചിട്ടില്ല ഇവർ മൊത്തം നശിച്ചു പോകേണ്ടവരാണ്, അല്ലെങ്കിൽ ഇവർ നശിപ്പിക്കപ്പെടേണ്ടവരാണ്. അങ്ങനെ ഒരാളെ ലേബൽ ചെയ്തിട്ടില്ല ദൈവം. ഒരു വ്യക്തിയും ദൈവം എഴുതിയിട്ടില്ല, അങ്ങനെ പട്ടിക തിരിച്ചാക്കിയിട്ടില്ല. ദൈവം പറയുന്നത് എല്ലാവരും രക്ഷിക്കപ്പെടണം, എല്ലാവരും തിരികെ വരണം. പക്ഷേ അങ്ങനെ ഒരു അവസരം നാം നഷ്ടപ്പെടുത്തിയാൽ എന്തു ചെയ്യും? നാം നാശത്തിന് വിധേയമാകും. കനാന്യരോടും ദൈവം അങ്ങനെ തന്നെയാണ് പ്രവർത്തിച്ചത്. ഇപ്പം രാഹാബ് ചാരന്മാരോട് പറയുന്നത്, നിങ്ങളെ ദൈവത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടിരിക്കുന്നു, അത് ഞങ്ങളുടെ ഉള്ളിൽ ഭയം ഉളവാക്കിയിരിക്കുന്നു, നിങ്ങളുടെ ദൈവമാണ് ആരാധിക്കപ്പെടേണ്ട ദൈവം. കനാന്യരും ഇത് കേട്ടു, പക്ഷെ അവരെന്ത് ചെയ്തില്ല? പലരും അവരതിനെ ശ്രദ്ധിച്ചില്ല. അവരുടെ ഹൃദയം കൂടുതൽ കഠിനമാക്കി. അതുകൊണ്ട് തന്നെ ഈ കനാന്യർ, ഈ ജനം നശിപ്പിക്കപ്പെടേണ്ടവരാണ് എന്ന പട്ടികയൊന്നും തയ്യാറാക്കിയിട്ടില്ലായിരുന്നു ദൈവം. ഇസ്രായേൽ മക്കൾ അങ്ങനെ തന്നെയാണ്, അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അവരെ കൊന്നിട്ട് നിങ്ങളെ തരാമെന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ അവരെന്ത് ചെയ്തില്ല?
ദൈവത്തെങ്കിലേക്ക് തിരിയാൻ അവർ കൂട്ടാക്കിയില്ല. അല്ലെങ്കിൽ മുന്നമേ തീരുമാനിച്ചതല്ല അവരുടെ വിധി, അവർ തിരഞ്ഞെടുത്തതാണ്. കനാന്യർ പിന്നെ മാനസാന്തരപ്പെട്ടിരുന്നുവെങ്കിൽ, ദൈവത്തെ ആരാധിക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ കനാന്യരുടെ ഭൂരിപക്ഷം കനാന്യരുടെ വിധി നേരെ തിരിച്ചാകുമായിരുന്നു. അപ്പോൾ ഇവിടെ ദൈവം എന്ത് ചെയ്യും? നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു, തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം. ഇവിടെ പറയുന്നത് ജനങ്ങൾക്ക് ഏകപക്ഷീയമായ സംരക്ഷണം നൽകുകയും നിരോധനം ഏർപ്പെടുത്തുകയോ ചെയ്തില്ല. യഹോവയുടെ ബന്ധത്തിൽ നിന്ന് പ്രയോജനം നേടിയവർക്ക് കലാപത്തിലൂടെ അവരുടെ പ്രത്യേക പദവി നഷ്ടപ്പെടാം. എന്നാൽ ദൈവത്തെ അംഗീകരിക്കുന്നവർക്ക് അവർക്ക് എന്ത് ചെയ്യാം? ജീവിക്കുവാൻ കഴിയും. ഇവിടെ അതാണ് പറയുന്നത്, എന്താണ്? ഒരാളുടെയും വിധി അല്ലെങ്കിൽ ഒരാളുടെയും നാശം നേരത്തെ തീരുമാനിച്ചതൊന്നുമല്ല, അവരവർ തന്നെ ചോദിച്ചു വാങ്ങുന്നതാണ്. നിത്യരക്ഷയും നിത്യമരണവും നാം തന്നെ തിരഞ്ഞെടുക്കുന്നവരാണ്, അത് മറന്നു പോകരുത്. ഇവിടെ കനാന്യരും അങ്ങനെ തന്നെയാണ് ചെയ്തത്. അവർക്ക് നിത്യരക്ഷ അവിടെ മുൻപിലുണ്ടായിരുന്നു, പക്ഷെ അവർ ഭൂരിഭാഗം ആൾക്കാരും തിരഞ്ഞെടുത്തത് നിത്യനാശമായിരുന്നു. അപ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് ആരംഭിച്ചു ഇപ്പോഴും ഭൂമിയിൽ നിൽക്കുന്നതായ ഒരു കാര്യമാണ് നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം. ആ തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം നാം ഉപയോഗിക്കുമ്പോൾ കനാന്യർ നമുക്ക് മുൻപിൽ ഒരു പാഠമാണ്, ഒരു അടയാളമാണ്. ദൈവത്തെ നിഷേധിക്കുവാൻ വേണ്ടി അവർ തീരുമാനിച്ചപ്പോൾ, ദൈവത്തെ തിരസ്കരിക്കുവാൻ വേണ്ടി അവർ തീരുമാനിച്ചപ്പോൾ അവരെന്ത് ചെയ്തു? ഉന്മൂലനം ചെയ്യപ്പെട്ടു. എന്നാൽ അവരിൽ തന്നെയുള്ളവർ ദൈവത്തെ സ്വീകരിക്കുവാൻ വേണ്ടി തയ്യാറായപ്പോൾ അവരെന്ത് ചെയ്തു? അനുഗ്രഹിക്കപ്പെട്ടു. അപ്പോൾ ഇന്ന് നമ്മോട് പറയുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. നാം എങ്ങനെയാണ്, ഏത് തിരഞ്ഞെടുപ്പാണ് നടത്തുന്നത് എന്നുള്ളതാണ് നാം പരിശോധിക്കേണ്ടത്. നാം സ്വാതന്ത്ര്യം നമുക്കുള്ളത് കൊണ്ട്, അതിനുള്ള അവകാശം നമുക്കുള്ളത് കൊണ്ട് നാം ദൈവത്തോടൊപ്പമാണ് നിൽക്കുവാൻ വേണ്ടി തീരുമാനിക്കുന്നുവെങ്കിൽ നമുക്ക് ദൈവം നിത്യ രക്ഷ പ്രദാനം ചെയ്യുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിത്യനാശം എന്നുള്ളതാണ്. അപ്പം ദൈവം ഒരു കാരണവശാലും പാപവുമായി സന്ധി ചെയ്യുന്ന വ്യക്തിയല്ല എന്നുള്ളതാണ്. നാം അങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ, നാം പാപത്തിൻ്റെ ഭാഗത്ത് നിൽക്കാനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ കോപം നമ്മുടെ മേലുണ്ടാകും എന്ന് വിശുദ്ധ വേദവസ്തം നമ്മെ പഠിപ്പിക്കുന്നു. പഴയ നിയമത്തിൽ ഏകദേശം 580 സ്ഥലങ്ങളിലാണ് ദൈവത്തിൻ്റെ വിശുദ്ധ കോപത്തെക്കുറിച്ച് പറയുന്നത്. പുതിയ നിയമത്തിൽ ഏതെങ്കിലും 100 സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ ദൈവം കോപിക്കുന്ന ദൈവവുമാണ്. ഏതിനെതിരെ? പാപത്തിനെതിരെ കോപിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് കനാന്യർക്ക് കുറച്ച് പേർക്ക് നാശം സംഭവിക്കേണ്ടി വന്നത്. നാം തിരഞ്ഞെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്ത് നിൽക്കുവാൻ തിരഞ്ഞെടുക്കണം. അതാണ് യോശുവ പറഞ്ഞത്, നിങ്ങൾ ആരെ വേണോ സേവിച്ചുകൊള്ളൂ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇത് കേൾക്കുന്നവർ, ഇത് കാണുന്ന നാം ഓരോരുത്തരും, ഇത് പഠിക്കുന്ന നാം ഓരോരുത്തരും പറയേണ്ടത്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും എന്നുള്ളതാണ്. സമാധാന പ്രഭു വേറെ ഭാഗമാണ് ഇവിടെ പറയുന്നത്. നാം ഓരോരുത്തരും, നമ്മുടെ ദൈവം സമാധാനത്തിൻ്റെ പ്രഭുവാണ്. ഞാൻ നേരത്തെ കോപിഷ്ഠനാണെന്ന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിശുദ്ധ കോപത്തെക്കുറിച്ച് പഠിച്ചു. ഇതൊക്കെ പറയുമ്പോഴും ദൈവം സമാധാനത്തിൻ്റെ പ്രഭുവാണ്. എന്തുകൊണ്ടാണ് ദൈവം ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു കൂട്ടം കുറേ ആൾക്കാരെ കൊന്നുകളഞ്ഞത്? സമാധാനം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി. ആരാണോ സമാധാനത്തിൻ്റെ നിലനിൽപ്പിന് വെല്ലുവിളിയായി മാറുന്നത്, അവരെന്ത് ചെയ്യേണ്ടി വരും? നശിപ്പിക്കേണ്ടി വരും. അവരെ നശിപ്പിച്ചിട്ട് അവരെ സമാധാനം പുനഃസ്ഥാപിക്കേണ്ടി വരും. സ്വർഗത്തിൽ അത് തന്നെയാണ് സംഭവിച്ചത്, അല്ലേ? അവിടെ എന്ത് ചെയ്തു? ദൈവവും ദൂതന്മാരുമൊക്കെ വളരെ സമാധാനപരമായി കഴിഞ്ഞപ്പോൾ ദൂതന്മാരിൽ പ്രധാനിയായി ലൂസിഫർ എന്ത് ചെയ്തു? അതിന് വെല്ലുവിളിയായി തീർന്നു. ദൈവം എന്ത് ചെയ്തു? സമയം കൊടുത്തു. പക്ഷേ ആ സമയം ഉപയോഗിക്കുവാൻ ലൂസിഫറിന് കഴിഞ്ഞില്ല. അവസാനം ലൂസിഫറിനെ എന്നേക്കുമായി താഴേക്ക് ഭൂമിയിലേക്ക് തള്ളിയിടേണ്ടതായി വന്നു. അപ്പോൾ ഇവിടെ പറയുന്നത്, നാം സമാധാനത്തിൻ്റെ പ്രഭുവായ ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുന്നു എങ്കിൽ നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് സമാധാനം പുനഃസ്ഥാപിക്കുക എന്നുള്ളത് തന്നെയാണ്. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും നമ്മൾ സ്വീകരിക്കണം. നാം നമ്മുടെ അയൽക്കാരന് സമാധാനം നൽകുന്നില്ല എങ്കിൽ, നാം നമ്മുടെ സഭയിലെ വിശ്വാസികൾക്ക് സമാധാനം നൽകുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അവരുടെ സമാധാനത്തെ നശിപ്പിക്കുന്ന തരത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നതെങ്കിൽ നാം ദൈവത്തിൻ്റെ പക്ഷക്കാരെന്ന് പറയാൻ കഴിയുമോ? നാം സമാധാനത്തിൻ്റെ പ്രഭുവാണ് നമ്മുടെ ദൈവം.
അതുകൊണ്ടാണ് ഏലീശ പ്രവാചകൻ്റെ മുൻപിൽ അല്ലെങ്കിൽ വീടിന് ചുറ്റും കൂടിയതായ സിറിയൻ സൈന്യത്തെ വിളിച്ചിട്ട് അവർക്ക് ആഹാരം കൊടുത്തത്, അവരുടെ സമാധാനത്തിൻ്റെ ദൂത് പറഞ്ഞത്. ചരിത്രം പരിശോധിക്കുമ്പോൾ പിന്നീട് ഒരിക്കലും അവർ ആ രാജ്യം ആക്രമിക്കാൻ വന്നതായി കാണുന്നില്ല. അപ്പം സമാധാനം കൊടുത്താൽ മാത്രമേ നമുക്ക് സമാധാനം ലഭിക്കുകയുള്ളൂ. നാം യുദ്ധം ചെയ്യുകയാണെങ്കിൽ എന്തു ചെയ്യും? യുദ്ധം തിരിച്ചടിയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നാം സമാധാനത്തിൽ എന്ത് ചെയ്യണം? ജീവിക്കണം. മറ്റുള്ളവർക്ക് സമാധാനം ലഭിക്കുന്ന രീതിയിൽ പെരുമാറുകയും വേണം. അതല്ല എങ്കിൽ എന്തു ചെയ്യും? നാം ദൈവത്തിൻ്റെ മക്കൾ അല്ല എന്നുള്ളതാണ്. നമുക്കൊരിക്കലും അക്രമം കൊണ്ട് ഒരു സമാധാനം ഉണ്ടാക്കാൻ കഴിയുകയില്ല. അക്രമത്തെ ക്ഷണിച്ചു വരുത്തുന്നു. യുദ്ധം നശിപ്പിക്കുവാൻ വേണ്ടി വേറൊരു യുദ്ധം ചെയ്യേണ്ടി വരുന്നു. ദൈവം എന്താ ചെയ്തത്? ദൈവം വിശുദ്ധ യുദ്ധമെന്ന് നമ്മൾ പറയുമ്പോൾ ദൈവം ആ സമാധാനത്തിന് ആരാണോ വെല്ലുവിളി ഉണ്ടാക്കുന്നത് അവർ തിരിച്ചു വരുവാൻ വേണ്ടി ഏറ്റവും അങ്ങേയറ്റം വരെ കാത്തിരിക്കുകയും ആ തിരിച്ചു വരാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു? ആ സമാധാനത്തിന് ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സമാധാനത്തിന് വെല്ലുവിളി അവർ വീണ്ടും ഉയർത്തുന്നത് കൊണ്ട് അവരെന്ത് ചെയ്യുന്നു? നശിപ്പിച്ചു കളഞ്ഞു. പക്ഷെ നാം എന്താ ചെയ്യേണ്ടത്? സമാധാനത്തിലൂടെ നാം ജീവിക്കണം. നമ്മുടെ അയൽക്കാർക്കും നമ്മുടെ സഹവിശ്വാസികൾക്കും സമൂഹത്തിനും നാം സമാധാനം പ്രദാനം ചെയ്യുന്നവരായിരിക്കണം. എങ്കിൽ മാത്രമേ നാം വിശ്വസിക്കുന്നതായ, നാം ആരാധിക്കുന്നതായ, നമ്മെ നടത്തുന്നതായ ദൈവം ഇന്ന വ്യക്തിയാണ് എന്ന് എനിക്ക് എൻ്റെ സഹോദരങ്ങളോട്, എൻ്റെ സമൂഹത്തോട്, എൻ്റെ അയൽക്കാരോട് പറയുവാൻ കഴിയുകയുള്ളൂ. എങ്കിൽ മാത്രമേ യോശുവ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബവും ദൈവത്തെ സേവിക്കുമെന്ന് പറയാൻ കഴിയുകയുള്ളൂ. എങ്കിൽ മാത്രമേ യേശുവിൻ്റെ അനുയായികളെന്ന് നമുക്ക് നമ്മെ തന്നെ അഭിമാനത്തോടു കൂടി മറ്റുള്ളവരുടെ മുൻപിൽ പ്രദർശിപ്പിക്കാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ പറയുവാൻ, പരിചയപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ഞാൻ യേശുവിൻ്റെ അനുയായിയാണ്, ഞാൻ ദൈവത്തിൻ്റെ ആലയത്തിൽ പോകുന്നവനാണ്, ഞാൻ കാണിക്കുകയും ദശാംശവും കൊടുക്കുന്നവനാണ്, ഞാൻ വേദപഠനം നടത്തുന്നവനാണ്, നന്നായി പാടുകയും പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നവനാണ് എന്ന് നമ്മെ തന്നെ കുറിച്ച് പറയുകയും ഞാൻ മറ്റുള്ളവരുടെ സമാധാനത്തിന് തടസ്സമായി നിൽക്കുകയും ചെയ്താൽ എന്തു ചെയ്യും? ഇസ്രായേൽ മക്കളുടെ സ്വൈര്യ ജീവിതത്തിന് തടസ്സമായിരുന്നു ആര്? കനാന്യർ. ദൈവം എന്താ ചെയ്തതുകൊണ്ട്? അവരെ ഉന്മൂലനം ചെയ്തു. ദൈവം നമ്മോട് പറയുന്നത് നാം സമാധാന പ്രിയരായിരിക്കണം, സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണമെന്ന് മത്തായിയിൽ പറയുന്നത് പോലെ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് നാം മറ്റുള്ളവർക്ക് സമാധാനം നൽകുന്നവരായിരിക്കണം. അവരുടെ സമാധാനത്തിന് ഭംഗം വരുത്തുന്നവർ ആയിരിക്കരുത്. നമ്മൾ ഈ ആഴ്ച പഠിച്ച പാഠമെന്ന് പറയുന്നത് ദൈവം എന്തു ചെയ്യും? നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നാം ദൈവത്തിൻ്റെ പക്ഷത്താണ് നിൽക്കുന്നതെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നാം പാപികളെപ്പോൾ പാപത്തിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നതെങ്കിൽ നമുക്കെതിരെ ദൈവം നിൽക്കും. ഇസ്രായേൽ മക്കൾക്കെതിരെ നിന്നതുപോലെ ദൈവം നമ്മെ വീണ്ടെടുത്തതിന് ശേഷം നാം അകത്യങ്ങളിലേക്ക് ചെന്നുപെട്ടാൽ, ജാതീയമായ ആചാരങ്ങളുടെ ഭാഗമായി തീർന്നാൽ ദൈവം എന്തു ചെയ്യും? നമ്മെയും ആ ജാതീയമായ ആചാരങ്ങളുടെ ഭാഗം ചെയ്യുന്നതായ വ്യക്തികൾക്ക് എന്ത് ശിക്ഷയാണ് കൊടുത്തത് അതുപോലെ നമ്മോടും പ്രവർത്തിക്കും. ഇസ്രായേൽ മക്കളുടെ ചരിത്രം നമ്മുടെ മുൻപിലുണ്ട്. ദൈവം അവർക്ക് മുൻപായി നടക്കുകയും അവരോടൊപ്പം നടക്കുകയും വിശുദ്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അത്ഭുത പ്രവൃത്തികൾ അവർക്ക് വേണ്ടി ചെയ്യുകയൊക്കെ ചെയ്തിട്ടും അവർ വിശുദ്ധീകരിക്കപ്പെട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ജാതികളെ പോലെ അവരിൽ പലർക്കും നാശം സംഭവിച്ചു. നമ്മുടെ ജീവിതത്തിലും ദൈവം പറയുന്നത് ദൈവം നടത്തുന്ന ഓരോ പോരാട്ടങ്ങളും നമുക്ക് വേണ്ടിയുള്ളതാണ്. എപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കളെ നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ സമാധാനത്തിന് ഭംഗം വരുത്തുവാൻ ശത്രു ശ്രമിക്കുന്നുവോ അപ്പോഴൊക്കെയും ദൈവം അവിടെ ഇടപെടും. ആ വിശ്വാസമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിന് ഒരു പ്രത്യാശയുണ്ട്, നമ്മുടെ ജീവിതത്തിന് ഒരു ധൈര്യമുണ്ട്. ധൈര്യത്തോടു കൂടി നമുക്ക്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിന് മുൻപിൽ ഒരു സാക്ഷ്യമായി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ മാനവും മഹത്വവും ദൈവത്തിന് സമർപ്പിക്കുന്നു. ഇതുവരെ കേട്ട എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവ് നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് നൽകിയ പാഠത്തിനെ ഓർത്ത് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നവരായി തീരുവാൻ, പാപത്തിൻ്റെ പക്ഷത്തു നിന്നും മാറി
ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുവാനും കർത്താവെ ജാതീയമായ എല്ലാ ആചാരങ്ങളിൽ നിന്നും ഒരു വേർപാടിൻ്റെ അവസ്ഥയിൽ ഞങ്ങൾ ജീവിപ്പാൻ ഞങ്ങൾ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇത് കാണുകയും കേൾക്കുകയും ചെയ്ത എല്ലാ മക്കളെയും അങ്ങയുടെ കൃപയിൽ അവിടെ നിന്ന് കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവരുടെ ദൈവമേ അവർക്ക് ഈ പഠനം കൊണ്ട് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകുവാനും അതൊരു സാക്ഷ്യമായി ലഭിക്കാനും സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈഡൻ TV ടീമിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിനെ സഹായിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിന് ദൈവമേ നല്ല അഭിപ്രായങ്ങൾ നൽകി അതിനെ പരിപോഷിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി സഹായിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും അവിടെ കരങ്ങളിൽ കാത്തുകൊള്ളണം. അവരുടെ കുടുംബജീവിതങ്ങളിൽ അവരുടെ തലമുറകളിൽ ഈ അനുഗ്രഹം അവിടുന്ന് വ്യാപിപ്പിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ ഇതിൻ്റെ ഭാഗമാകുവാൻ അടിയനെയും അവിടുന്ന് വിളിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഏറ്റവും എളിമയോടുകൂടി നിന്ന് അങ്ങനെ വചനം പറയുവാൻ അവിടുന്ന് അവസരം തന്ന വലിയ കൃപയോർത്ത് സ്തോത്രം. അഹങ്കരിച്ചുവാൻ ഇടവരുന്ന് പ്രാർത്ഥിക്കുന്നു. നെഗളിക്കാൻ ഇടവരുന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിലെല്ലാ നന്മകൾ കൊണ്ട് അടിയനെയും അവിടുന്ന് പരിപോഷിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ ഞങ്ങളെല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി കർത്താവെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയിൽ അവർ ഓരോ മക്കളെയും കാത്തുകൊള്ളണം. നന്മ കൊണ്ട് നിറയ്ക്കണം. വീണ്ടും കണ്ടുമുട്ടുവോളം അങ്ങയുടെ കൃപയിൽ കാത്തുകൊള്ളണം. സകലവിധ മാനവ മഹത്വത്തിൻ്റെ കർത്താവ് കൈക്കൊള്ളണം. ഞങ്ങൾക്കായി ജീവിക്കുന്ന ക്രിസ്തു യേശുവിൻ നാമത്തിൽ ചോദിക്കുമ്പോൾ തന്നെ ആമേൻ.